നമസ്കാരം എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം മഞ്ചേരി ഡി ഹോംസ് വില്ലാസ് പ്രോജക്റ്റിലെ PSD ഇന്റീരിയേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണ്. About 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വില്ല വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് വിത്ത് മിനിമൽ ഡെക്കോർ വി കീപ് ദാറ്റ് എലഗൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ PSD ഇന്റീരിയേഴ്സ് ചെയ്തിരിക്കുന്ന ഈ വില്ല ഞാൻ മൊത്തം ഒന്ന് കറങ്ങി കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്യൂട്ടാണ്, സിമ്പിൾ ആണ്, നമ്മൾ വളരെ മിനിമൽ ഡെക്കോറെ കൊടുത്തിട്ടുള്ളൂ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, കംപ്ലീറ്റ് നമ്മൾ ഏത് തീമിലായിരുന്നു? ഒരു വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ PSD ഡിസൈനേഴ്സിനെ കുറിച്ച് സംസാരിക്കണം എന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം. കാരണം ഈ ഡി ഡിസൈൻ ആണെന്ന് എനിക്കറിയാം, S4 സഫ്വാൻ ആണെന്ന് ഞാൻ ഊഹിച്ചെടുത്തു. അപ്പൊ ടോട്ടലി PSD എന്താണ്? PSD എന്ന് പറഞ്ഞാൽ പ്രവീൺ ആൻഡ് സഫ്വാൻ പാർട്ട്നേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ മാനേജിംഗ് ഡയറക്ടേഴ്സ് രണ്ടുപേരും മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു PSD മാനേജ് ചെയ്യുന്നത്? ഈ ഡിസൈനും അതുപോലെ പ്രവീണാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരും കൂടെ ആയപ്പോ PSD അങ്ങോട്ട് കംപ്ലീറ്റ് ആയി. കാർപ്പൻറ്റർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, പിന്നെ കുഴപ്പമില്ലാതെ. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നു അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് ഇന്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ട്, നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഒരു 10 ഉണ്ടാവും, കുറച്ചൊരു 2 കിലോമീറ്റർ പോയാൽ അവിടെ ഉണ്ടാവും ഒരു 10 പേര് അല്ലേ? എല്ലാവരും ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണ്. എന്താണ് PSD അവരിൽ നിന്ന് ഡിഫറെന്റ് ആവാൻ കാരണം? മെയിൻ ആയിട്ട് PSD ഇന്റർവ്യൂ ചെയ്യുന്നത് ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ഏകദേശം വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് റിക്വയർമെന്റ് ആയിരുന്നു ക്ലയന്റിന്റെ. നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളേഴ്സ് മതി, ഡാർക്ക് ആയിട്ടൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വൈറ്റ് ആൻഡ് ഗ്രേയിലേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ, ഇപ്പൊ ഇന്റീരിയർ ഡിസൈനേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരുപാട് ഐഡിയാസും കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ക്ലയന്റ് നമ്മളോട് വൈറ്റ് ഗ്രേ എന്ന് തീം പറഞ്ഞപ്പോ നമ്മുടെ മൈൻഡിൽ വന്ന ഐഡിയാസ് എങ്ങനെ നമ്മള് അതേ സംഭവം എന്താ വെച്ചാല്, നമ്മൾ എന്തായാലും നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, നമുക്ക് എപ്പോഴും ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും ഈ രീതിയിൽ ചെയ്യാന്നുള്ളത്. പക്ഷെ നമ്മൾ ക്ലയന്റ് പറയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിന്നെ ആ കോൺസെപ്റ്റ് മൊത്തം ആ രീതിയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യാം. അതായത് ക്ലയന്റ് ആണ് പിന്നെ ഇവിടെ താമസിക്കുന്നതും അവർക്കാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ടതും. ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അവര് ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള ഡിസൈൻ നമ്മളാക്കിയിട്ട് കൊടുക്കും. അപ്പൊ ക്ലയന്റിന്റെ ആ ഒരു ഡ്രീം പ്രൊജക്ട്, നമ്മുടെ സ്വപ്നം അതെ നമ്മൾ സാക്ഷാത്കരിച്ചു കൊടുക്കുന്നു. അപ്പൊ അതാണ് PSD മറ്റ് ഇന്റീരിയർ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഈ വീട് ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റ്, 1000 കൂടുതൽ. ഓക്കെ, 4 BHK ആണ്. അപ്പൊ റൂംസ് ഒക്കെ അത്യാവശ്യം ചെറുതിലാണ്. നമ്മൾ കുറെ ഞാൻ നേരത്തെ ഇവരോട് പറയും ചെയ്തു, പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു വളരെ മിനിമൽ ഡിസൈൻസ് ആണ്, മിനിമൽ ഡെക്കോർ ആണ്, നല്ല എലഗന്റ് ആണ്, ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ വില്ല ഒരു ഹോം ടൂർ നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ശരി, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഹാളൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ സഫാനൊക്കെ നമ്മുടെ ഹോം ടൂറിലെ ഫസ്റ്റ് ഏരിയയിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഒബ്വിയസ്ലി ഗസ്റ്റ് വന്നാൽ ആദ്യം കയറുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയ നോക്കുമ്പോ ഇത് നമ്മുടെ ഒരു ഗ്രേ വൈറ്റ് ടോണാലിറ്റി അല്ലേ? ആ തീം തന്നെ. നമ്മുടെ പ്ലീറ്റഡ് കർട്ടൻസ് ഗ്രേ വന്നു, അകത്തേക്ക് ഷിയർ കർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഒരു വൈറ്റ് സോഫ, ഗ്രേ കാർപ്പറ്റ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ. അതെ, അത് ആ ഒരു തീമിനോട് മാച്ച് ചെയ്തിട്ട് നമ്മൾ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തു. ഇങ്ങോട്ട് നോക്കുമ്പോഴും ആ ഒരു ഗ്രേ വൈറ്റ് ടൊണാലിറ്റി ആണ്. ഒരു ഡിഫറൻസ് ഞാൻ ചോദിക്കട്ടെ, ഈ കാണുന്ന സ്റ്റേഴ്സ് അല്ലേ? പ്രത്യേകത 3-in-1 ആണ്. അതായത് ഇതിന് മെയിൻ ആയിട്ട് ഒരു പാർട്ടീഷൻ, സ്റ്റെയറിന്റെ ഒരു പാർട്ടീഷൻ വിത്ത് ഹാൻഡ് റെയിൽ വിത്ത് TV യൂണിറ്റ്, ഈ മൂന്നും കൂടെ പാർട്ടീഷൻ, ഹാൻഡ് ട്രേ വിത്ത് TV യൂണിറ്റ്. 3-in-1 കോംബോ. അപ്പൊ നമുക്ക് ഈ സ്പേസ് ലാഭിക്കാൻ പറ്റും അല്ലേ? പിന്നെ ഇതില് ഒരുപാട് നമുക്ക് ഹാൻഡ് റെയിൽ ആയിട്ട് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. TV യൂണിറ്റിന്റെ സ്പേസ് കാണണം, അതുപോലെ നമ്മളെ ചെറിയൊരു പ്രൈവസി കാര്യങ്ങളും അതിന് കിട്ടും ചെയ്യും. ഈ ഡെക്കോർസും വൈറ്റ്, ഗ്രേ, ഓഫ് വൈറ്റ് അതുപോലത്തെ കളേഴ്സ് ആണ് ഡെക്കോർസും കൊടുത്തിരിക്കുന്നത് അല്ലേ? അതും നല്ലതായിട്ടുണ്ട്. ഇത് മെറ്റലാണോ? അത് മെറ്റലിന്റെ ഫ്രെയിമാണ്, ഇതേ കളർ കൊടുത്തിട്ടുള്ള മെറ്റലിന്റെ PU പെയിന്റ് ഫിനിഷ് ആണ്. ബാക്കിയുള്ളതല്ല PVC ഷീറ്റില് PU പെയിന്റ് ഫിനിഷ്. ഈ മൾട്ടിവുഡ് എന്ന് പറയുന്ന അതെ. ഓക്കെ ഓക്കെ, സാധാരണ നമ്മൾ പ്ലൈവുഡ്സ് യൂസ് ചെയ്യാറില്ലേ? പ്ലൈവുഡിനെക്കാളും ക്വാളിറ്റി കൂടിയായിട്ടാണ്
മൾട്ടിവുഡ് അതാണ് ക്വാളിറ്റി കൂടുതൽ. ക്വാളിറ്റി കൂടുതൽ. ചില കാര്യങ്ങൾ ഇഷ്യൂസ് ഒന്നുമില്ല, വെള്ളമോ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളില്ല. മറ്റേതൊക്കെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ ക്ലയന്റിന് ആവശ്യമുള്ള പോലെ നമ്മൾ ആ തീമില് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടെ നോക്കി. എക്സാക്ട്ലി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എലഗന്റ് ആയിട്ടുള്ള നല്ല ഡെക്കോർ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്ത ഒരു ലിവിങ് ഏരിയ. നൈസ് ആയിട്ടുണ്ട്. ഇത് നേരെ നോക്കിയ ഡൈനിങ് ഏരിയ. വെരി ഫ്യൂ സ്റ്റെപ്സിൽ വി ആർ അബൌട്ട് ടു റീച്ച് ദ ഡൈനിങ് ഏരിയ. ഇതാണ് നമ്മുടെ മിനിമൽ ഡൈനിങ് ഏരിയ. നമുക്കൊരു കുഞ്ഞു സ്പേസേ ഉള്ളൂ, പക്ഷെ എനിക്ക് തോന്നുന്നു വളരെ എഫിഷ്യന്റ് ആയിട്ടൊരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ് നമ്മൾ കൊടുത്തത്. ഏത് ഡൈനിങ് ടേബിള്? ഇതിന്റെ ടോപ്പ് വരുന്നത് നാനോ വൈറ്റ് ആണ്, ലെഗ് വരുന്നത് ഇൻഡസ്ട്രിയൽ ഫ്രെയിം വിത്ത് പ്യൂർ പെയിന്റ് ഫിനിഷ് ആണ് വരുന്നത്. പ്യൂർ പെയിന്റ് ഫിനിഷിംഗ് ആണ് ഇവിടെയും വരുന്നത്. നമ്മൾ ഹാളിലും പ്യൂർ പെയിന്റ് ടോട്ടലി നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് പ്യൂർ പെയിന്റ് ഫിനിഷ് കംപ്ലീറ്റ് ആ ഒരു ഫിനിഷ് ആണ്. അതെന്താ അതിന്റെ ഒരു ക്വാളിറ്റി? വേറൊന്നുമില്ല, മെയിൻ ആയിട്ട് നമ്മൾ ലാമിനേറ്റ് ചെയ്യുന്ന ലാമിനേറ്റ് ഓർ വിനീറിലാണ് നമ്മൾ ഫിനിഷിംഗ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ വൈറ്റ് തീമാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ലാമിനേറ്റിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ ഈ എഡ്ജുകളൊക്കെ ഷാർപ്പ് ആയിരിക്കും. ഈ ഷാർപ്പ് ആവുന്ന സമയത്ത് നമ്മളൊന്ന് അവരുടെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലിൽ എവിടെയെങ്കിലും ഓടി കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ മൾട്ടിവുഡിലാണ് ഇവിടെ ഒരു 95% നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിലാണ്, PVC ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ എഡ്ജുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ബെവൽ ചെയ്തിട്ട് അതിന്റെ ഷാർപ്പ് കുറക്കാൻ പറ്റും. എന്നിട്ട് അതിന്റെ മുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, പ്യൂർ പെയിന്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക കുറച്ച് ക്വാളിറ്റിയും കൂടും, ഭയങ്കര നീറ്റും ആയിരിക്കും, ഇഞ്ചുറി കുറവായിരിക്കും. ഞാനൊക്കെ ഭയങ്കര ക്ലംസിയാണ്, എപ്പോഴും കൊണ്ടുപോയി എവിടെയെങ്കിലും ഇടിക്കും. എന്റെ വീട്ടിലൊക്കെ പറ്റുന്നൊരു കാര്യമായിരിക്കും തോന്നുന്നു. അതുപോലെ ഇവിടെ നമ്മൾ ബ്ലൈൻഡ് ഫോൾസ് ആണല്ലേ കൊടുത്തിട്ടുള്ളത്? ഗ്രേ ആൻഡ് വൈറ്റ് തന്നെ. അല്ലെങ്കിൽ നമ്മള് ഹാളില് ഷീർ കർട്ടൻസ് കൊടുത്ത്. അത് എനിക്ക് ഈ ഒരു സംഭവം വളരെ ഇഷ്ടപ്പെട്ട. ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ ഒരു ടേബിളിൽ വളരെ സിങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്ലവർ വേസ് ആണത്. അതുപോലെ നമ്മുടെ ഹാങ്ങിങ് ക്ലോക്കും ആ വാളിൽ വെച്ചിരിക്കുന്ന എല്ലാ പെയിന്റിങ്ങും ഡെക്കോർസ് എല്ലാം മിനിമൽ ആണ്, ഭയങ്കര എലഗന്റ് ആണ്. അവരുടെ ഒരു മൈൻഡ് നമുക്ക് ഓൾറെഡി കിട്ടി. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഐറ്റം ആ ഒരു തീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ക്ലയന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണോ ഇതെല്ലാം വാങ്ങിയത്? തീർച്ചയായിട്ടും ക്ലയന്റ് ആയിട്ട് കാണിച്ചു, നിങ്ങൾ കൊണ്ട് കാണിച്ചിട്ട് അവരുടെ കൺസെപ്റ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ ക്യാച്ച് ചെയ്യും. നമുക്കറിയാം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് ഓൾറെഡി അറിയാൻ പറ്റും. പക്ഷെ വളരെ ഇതെന്താ പറയാ, നല്ല വെള്ള കളറിലുള്ള ഫ്ലവർ വേസും ശരിക്കും സമാധാനം എന്നുള്ള ഒരു തീമിനോട് ഭയങ്കര സിങ്ക് ആയിട്ടിരിക്കുന്നുണ്ടല്ലേ. ഈ വാള് നമുക്ക് ഫോട്ടോസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഫ്രെയിം മാത്രമല്ല, ഇതിന് വേറെ ഹൈഡൻ കൂടെ ഉണ്ട്. അത് ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ DB ബോക്സ് വരും. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണോ? ഇത് നമ്മൾ ഭയങ്കര എലിമെന്റ് ആക്കി മാറ്റിയതാണ്. ഇലക്ട്രിക്കൽ DB വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇതിനകത്ത് DB വരുന്നുണ്ട്. ഓക്കെ, അത് കൊള്ളാം. ഇതിന്റെ മേലെ നമുക്കിനി വേണേ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഹാങ് ചെയ്യാനും നല്ലതായിരിക്കും. അത് കൊള്ളാട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പാനൽ കൊടുത്തു, എന്നിട്ട് അതുപോലെ ചെയ്തു. സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ അങ്ങനെ നമ്മുടെ ഡൈനിങ് ഏരിയന്ന് ജസ്റ്റ് ഒരു ജംപ് ടു കിച്ചൺ. ഭയങ്കര ക്ലോസ് ആയിട്ടാണല്ലോ ഈ ഒരു ഓപ്പൺ കിച്ചൺ. നമുക്ക് ഈ ഒരു ഷേപ്പിന് C ഷേപ്പ് കിച്ചൺ എന്ന് പറയുന്നല്ലേ. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ യൂസും ചെയ്യാം. ഫൈൻ. ഇവിടെ ഗ്ലോസി ഫിനിഷ് ആണോ കൊടുത്തത്? അതെ, മാറ്റ് ഫിനിഷ് ആണ് ഞാനും ഇതുവരെ കണ്ടത്. പെട്ടെന്ന് ഒരു ഗ്ലോസി ഫിനിഷ്. നമ്മള് 4 റൂമിൽ ഡിഫറെന്റ് ആയിട്ട് ഒരു റൂം വൈറ്റ് കൊടുത്ത പോലെ കിച്ചണിൽ കുറച്ച് ഗ്ലോസി ഫിനിഷ്. ലൈറ്റ് ഇടുമ്പോ കുറച്ച് ഗ്ലോസി ആയിട്ട് കാണാം. ഫൈൻ. അതുപോലെ എനിക്ക് തോന്നുന്നു കിച്ചണില് കുറച്ചുകൂടെ ഗ്രേനേക്കാൾ കൂടുതൽ മൊത്തം വൈറ്റിലേക്ക് തന്നെയാണ്. അതെ അതെ, ആകെ എനിക്ക് തോന്നുന്നു ഗ്രേ കാർപ്പറ്റ് ഉണ്ട്, നമ്മുടെ ഒരു ഗ്രേ കളർ റെഫ്രിജറേറ്ററും ഉണ്ട്. 2 കാര്യം മാത്രം അതിൽ ഗ്രേ ആയിട്ട് കാണുന്നുള്ളൂ. പക്ഷെ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള. അതുപോലെ ഈ കണ്ടെയ്നേഴ്സ് ആണെങ്കിലും ഭയങ്കര ക്യൂട്ട് കണ്ടെയ്നേഴ്സ് ആണ്. എല്ലാം മാച്ച് ആക്കിയിട്ട് കംപ്ലീറ്റ് ടോൺ ടു ടോൺ എന്ന് പറയാം. ഒന്നും കോൺട്രാസ്റ്റ് ആയിട്ടില്ല, ഭയങ്കര ടോൺ ടു ടോൺ ആയിട്ടാണ് ഡെക്കോർസും പോയത്. നമ്മുടെ ഇവിടെ 2 കുഞ്ഞു സ്പോട്ട് ലൈറ്റ്സ് ഉണ്ടല്ലോ. കാലിക്കറ്റ് നമ്മൾ എന്താ പോയി പർച്ചേസ് ചെയ്താണോ? സ്റ്റാഫ്സ് ഉണ്ടായിരുന്നല്ലേ? ഓക്കെ. ഹായ്, ഹലോ. എങ്ങനെയാണ് നിങ്ങൾ ഈ ലൈറ്റിലേക്ക് എത്തിയത്? ഈ ഏരിയക്ക് പറ്റിയ കണ്ടാൽ കോൺട്രാസ്റ്റ് ചെയ്ത് ഫീൽ ചെയ്യണ ലൈറ്റ് ആണ് സെലക്ട് ചെയ്തത്. ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്താണ്. എന്നിട്ട് ക്ലൈന്റ് അയച്ചു കൊടുത്തിട്ട് അവർക്ക് താല്പര്യം വന്നതാണ്. ഞങ്ങൾ അയച്ചു കൊടുത്തപ്പോ തന്നെ സംഗതി ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഈ ഏരിയക്ക് ഒരു
ഫീൽ വേണം. നമ്മൾ ഏരിയ കണ്ടിട്ട് അതിന് സെറ്റ് ചെയ്ത ലൈറ്റ് ആണ്, അതിന് മാച്ച് ആയിട്ടുള്ളതാണ്. അങ്ങനെയാണോ നിങ്ങൾ ഈ ഡെക്കോസ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്? അങ്ങനെ തന്നെയല്ലേ? ഓക്കെ. ഈ കുഞ്ഞു ട്യൂബ് ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹാങ്ങിങ് ലൈറ്റ് ഭയങ്കര പെർഫെക്റ്റ് ആണ്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഭയങ്കര ക്യൂട്ട് ആൻഡ് മിനിമൽ ആണ്. അതുപോലെ തന്നെ ഹാളിൽ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റ്സും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നല്ലേ? പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. പൊതുവെ ഈ മുകളിലൊക്കെ നോക്കുമ്പോ ഇവിടെയൊക്കെ ഹാൻഡിൽസ് ഉണ്ട്, ഇവിടെ ഹാൻഡിൽസ് കാണാനില്ല. ആണല്ലേ? ഞാൻ ആദ്യം വിചാരിച്ചു വെറുതെ ഇതിങ്ങനെ പാനൽ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഒരു ഡിസൈനിന് വേണ്ടി, ബിക്കോസ് ഹാൻഡിൽ ഒന്നും ഇല്ലല്ലോ, അതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയതുമില്ല. ഇതിനെന്തായിരുന്നു പറയാ? കൺസീൽഡ് പ്രൊഫൈൽ ഹാൻഡിൽസ്. അത് കൊള്ളാം. ഇത് ഓക്കെ, ഇത് പുറത്തേക്ക് എടുക്കാമല്ലോ അല്ലേ? ഇത് കുറച്ച് അധികം സ്പേസ് ഉണ്ടോ? പെർഫെക്റ്റ്. അപ്പൊ നമ്മൾ ആ കോർണറും കൂടെ യൂസ് ഓക്കെ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ? ഓ ഈസി. അത് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഈസി ആയിട്ട് സ്റ്റോറേജ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 ട്രേസ് ആണല്ലേ കൊടുത്തത്. അതുപോലെ ഈ ഹാൻഡിൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു എലഗന്റ്. ഇപ്പൊ നമ്മള് കംപ്ലീറ്റ് ഡെക്കോർ കൊടുത്തിരിക്കുന്നതും ഭയങ്കര മിനിമൽ ആയിട്ടാണല്ലോ. അപ്പൊ അതിന്റെ കൂടെ ഹാൻഡിൽസ് ഇല്ലാതെ വന്നപ്പോ കിച്ചണും കുറച്ച് മിനിമൽ ആൻഡ് എലഗന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഡെഫിനറ്റ്ലി. വൈറ്റ് എപ്പോഴും ലക്ഷറി ആണല്ലോ. അതിന്റെ ആ ഒരു ലക്ഷറി ഫീലും ഒരു എസൻസും ടച്ചും കംപ്ലീറ്റ് ലൈറ്റിലാണെങ്കിലും ഡിക്കോറിലാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നൈസ് കിച്ചൺ. ശരിക്കും ആ ഡൈനിങ് ഏരിയ എന്നൊരു ഫ്യൂ സ്റ്റെപ്സ് വന്നാൽ നമ്മുടെ വാഷ് ഏരിയ എത്തി. ഭയങ്കര ഒരു പിൻട്രസ്റ്റ് വൈബാണ് ഇവിടെ. നല്ലൊരു പിൻട്രസ്റ്റ് ഏരിയ. ചെറിയ മിനിമം ലെവലിലാണ് വാഷ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ചെറിയൊരു പാർട്ടീഷൻ. ഇത് സെൻസർ ലൈറ്റ് അല്ലേ? സെൻസർ ലൈറ്റാ വരുന്നത്. പ്രൊഫൈൽ മിറർ ആണ്. ഓക്കെ ഫൈൻ. അതുപോലെ ഈ ഡെക്കോർസ് സിൽവർ, അതൊരു ഗ്രേ ആണോ സിൽവർ ആണോ? ഒരു ഗ്രേഷ് സിൽവർ അല്ലേ? വൈറ്റ് ഗോൾഡ് ഇത്രയും കളേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് ഈ പാനലിൽ നോർമൽ മെറ്റൽ റോഡാണ്. ഇതെല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മെറ്റൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ. സീരിയസ്ലി ഇത് ഭയങ്കര ഒരു ഇൻഡസ്ട്രി വൈബാണ്. നമുക്കൊരു മിറർ സെൽഫി ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ്. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നി ഈ ബെഡ്റൂം കുറച്ച് സൈസ് കുറവാണ്, വളരെ മിനിമൽ ആൻഡ് ക്യൂട്ട്. സ്ക്വയർ ഫീറ്റ് ടോട്ടൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മിനിമം സൈസിലാണ് എല്ലാം. 10x10 സൈസ് ആണ് ബെഡ്റൂം വരുന്നത്. അതിന് മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു ബെഡ്റൂമിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് തന്നെ നമ്മള് ബെഡിന്റെ അവിടെ ഹെഡ് റെസ്റ്റ് വരുന്നത് പിന്നെ ഫാബ്രിക്കിലാണ്. കുഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ PVC കുറച്ച് ഗ്രൂ ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ടോപ്പില് വിത്ത് പ്രൊഫൈൽ LED കൊടുത്തിട്ടാണ്. നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ലൈറ്റ് ആണല്ലേ? എല്ലാം സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബൾജിംഗ് ആയിട്ടൊന്നും നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ ഹാങ്ങിങ് ലൈറ്റ്സും ഇതിന്റെ ഒരു ടൊണാലിറ്റി ആയിട്ട് മാച്ച് ആയി വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ്. നമ്മളൊരു സിംഗിൾ ഹാങ്ങിങ് ലൈറ്റ് അല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ? സിംഗിൾ ആയി കൊടുത്തിട്ടുള്ളൂ. ഓരോ റൂമിന്റെ തീമിനനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ വാളിൽ വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം അത് നമ്മള് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും നമ്മൾ തന്നെ കൊണ്ടിട്ട് ജസ്റ്റ് നിങ്ങൾ വാക്കിംഗ് പോകും. ക്ലയന്റുമായിട്ടാണ് പർച്ചേസിന് പോയത്. ഓക്കെ. അപ്പൊ ക്ലയന്റിന്റെ ആ ഒരു ഇഷ്ടവും നമ്മുടെ തീമിനോട് മാച്ച് ആയിട്ടുള്ള. പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് ആ ഡെക്കോർ കാണാൻ. ബെഡ്റൂമിനൊരു ഭയങ്കര ഒരു ബ്യൂട്ടി കൊടുക്കുന്നുണ്ട്. കൊള്ളാം. അതുപോലെ ഈ ബ്ലൈൻഡ് ഫോൾസും അത് നമ്മുടെ ഡൈനിങ് ഏരിയയിലുള്ള സെയിം ബ്ലൈൻഡ് ഫോൾസ് ആണ് 2 വിൻഡോസിനും കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ തന്നെയാണ് മെയിൻ ആയിട്ട് റൂമിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ ഈ എബോവ് ഒക്കെ റാക്സ് അല്ലേ? നല്ല റാക്സ് ആണ്. കംപ്ലീറ്റ് റാക്സ് ആണ്. സ്റ്റോറേജ് ഇതിലേക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഈ ഒരു സ്പേസിൽ തന്നെ നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 റാക്സ് വരുന്നുണ്ട്. ഓക്കെ. അല്ലാതെ ഷെൽഫ്സും വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഒരു ക്യൂട്ട് സിമ്പിൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം അല്ലേ? നമ്മൾ ആദ്യം കണ്ട മാസ്റ്റർ ബെഡ്റൂം. ഇത് നമ്മുടെ ചിൽഡ്രൻസ് റൂം എന്നൊക്കെ പറയാം അല്ലേ? ഗസ്റ്റ് ചിൽഡ്രൻ എല്ലാം പറ്റും. ഓക്കെ. ഇതും നമ്മളെ ഒരു ഗ്രേ വൈറ്റ് ടൊണാലിറ്റിയിലാണ്. ഓക്കെ. ഡിസൈൻ വരുന്നതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാബ്രിക് വിത്ത് കുഷൻ പിന്നെ PVC ഷീറ്റ് വിത്ത്
PU പെയിന്റ് ഫിനിഷ് സെയിം പോലെയാണ് വരുന്നത്. ആ ഡിസൈനിൽ മാത്രം ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. ഡിസൈൻ ആണ്. ഒരു ടൂൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പാറ്റേൺ ഈ റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്ക്വയർ ടൈപ്പ് ആയിരുന്നു ആ ഡിസൈൻ. ഇതൊരു കർവ്, ചെറിയൊരു കർവ് ടൈപ്പ് ആണ് ഇതിന്റെ ഡിസൈനും. ഇതും ഭംഗിയുണ്ട്. പക്ഷെ നമുക്കിത് 2 ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ടല്ലേ ഈ റൂമില്? അതെ, ഈ റൂമിന്റെ കൺസെപ്റ്റ് ഇതാണ്. ഓരോ ഡിസൈനിന്റെ കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും നമ്മുടെ ബ്ലൈൻഡ് ഫോൾഡ്സ് സെയിം തന്നെയാണല്ലേ വരുന്നത്? ഓക്കെ, അതുപോലെ നമുക്ക് ഫോട്ടോ ഫ്രെയിമും വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഡെക്കോറും ഭയങ്കര സിമ്പിൾ ആയി. ആൻഡ് ആ ഒരു റൂമിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക് ഗ്രേ വൈറ്റ് ടോണിൽ വരുന്നത്. ഇവിടെ ആ ഒരു കേർവ് ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രിറ്റി. നമുക്ക് അടുത്ത റൂമിലേക്ക് പെട്ടെന്ന് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ മുകളിലെ ഫസ്റ്റ് ബെഡ്റൂം അല്ലേ? നമ്മുടെ താഴെയുള്ള മാസ്റ്റർ ബെഡ്റൂം നേരെ മുകളിൽ വരുന്ന ബെഡ്റൂം. പക്ഷേ ഇത് നമ്മുടെ ടോട്ടൽ വില്ലേന്ന് എന്തോ ചെറിയ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് എവിടേക്കോ ഗ്രേ മിസ്സായ ഒരു ഫീൽ ഉണ്ട്. നമ്മൾ ടോട്ടൽ വൈറ്റ് ആൻഡ് ഗ്രേ തീം അല്ലേ? അതെ അതെ അതെ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് വൈറ്റ്. അത് ഈ ഇരിക്കുന്ന കാർപ്പറ്റ് തുടങ്ങി നമ്മുടെ സ്റ്റോറേജ്, അതെ, എല്ലാ ഡോർസ് ആണെങ്കിലും പെയിന്റിങ്സ് എവറിത്തിങ് ഫുൾ വൈറ്റ് ആണ്. ക്ലയന്റിന്റെ പിന്നെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു, ഒരു റൂമെങ്കിലും വൈറ്റ് വേണം. ഒരു വൈറ്റിന്റെ ആ ഒരു ഡിവിനിറ്റി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു റിക്വയർമെന്റ് ആയിരുന്നു അല്ലേ? അല്ല, ശരിക്കും നമുക്കൊരു ബ്രൈറ്റ് കളർ അല്ലെങ്കിൽ എന്താ പറയാ, കുറച്ചുകൂടെ വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലെ വൈറ്റ് തന്നെയാണ് വരിക. അതുപോലെ ഈ റോമൻ കേർട്ടൻസ് ആണെങ്കിലും വൈറ്റ് ഭയങ്കര ഒരു ലക്ഷറിയസ് ഫീലാണ് നമുക്ക് വരുന്നത്. അതെ, ഇതിന്റെ മെറ്റീരിയലും അതെ, ആ ഒരു കളറും അതെ. അതെ അതെ. ആൻഡ് ഓൾസോ ഇതിന് എന്തോ ഒരു ഡിസൈൻ എന്തോ കർവ്ഡ് ഡിസൈൻ ആണല്ലേ വരുന്നത്? ഓ, നമ്മുടെ സ്റ്റോറേജ് ഡോർസിനും കർവ്ഡ് ഡിസൈനാ. മിററും നമ്മൾ കർവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ടോട്ടൽ റൂമും നമ്മൾ കർവ് ഡിസൈനിലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ 4 റൂമിൽ ഏറ്റവും കൂടുതൽ ഡിസൈനിൽ മുന്നിട്ട് വെക്കുന്ന ഈ റൂമാന്ന് തോന്നുന്നു. ബിക്കോസ് നമുക്ക് കർവ് ഡിസൈൻസ് വരുന്നുണ്ട്. അതെ, ഗ്രൂപ്പ് ഡിസൈൻസ് വരുന്നുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് വൈറ്റ് ആണ്. സ്പോട്ട് ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റ് എല്ലാം വരുന്നുണ്ട്. എന്റെ ടോപ്പ് മോസ്റ്റ് ഫേവറേറ്റ് റൂംസ് അമംഗ് ദിസ് അത് ഈ റൂം ആയിരിക്കും. പെർഫെക്റ്റ്. ഐ ചൂസ് വൈറ്റ്. എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇത് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. നമ്മുടെ ടോട്ടൽ വില്ല 4 BHK അല്ലേ? ഓക്കെ ഓക്കെ. ദേ ഇവിടെ നല്ല സിമ്പിൾ ഡെക്കോർ ഉണ്ട്. ഹാങ്ങിങ് ലൈറ്റ് ഒരെണ്ണേ ഉള്ളൂ അല്ലേ ഈ റൂമിൽ? ഒരെണ്ണേ ഉള്ളൂ. അതുപോലെ ഇവിടെ എനിക്ക് ഡിസൈനിലും ചെറിയൊരു ഡിഫറൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതെന്താ ഈ റൂമിൽ മാത്രം എന്താ പ്ലീറ്റഡ് കർട്ടൻ കൊടുത്തിരിക്കുന്നത്? ഇത് ആക്ച്വലി ബാൽക്കണി ആണോ? ഓ, ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ചുകൂടെ ലൈറ്റിംഗ് ഈ റൂമിലേക്ക് ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ ബാക്കിയുള്ള റൂം പോലെ തന്നെ ഇവിടെയും നമ്മൾ സ്റ്റോറേജ് ഭയങ്കര ഫൈൻ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സെയിം ലെവലിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓൾ ഓവർ ഗ്രേ ആൻഡ് വൈറ്റ് തീം. സ്പെഷ്യൽ ആയിട്ട് പറയാനാണെങ്കിൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. നമ്മുടെ പ്ലീറ്റഡ് കർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പ്രിറ്റി. ഹായ്, നമസ്കാരം. ഹലോ. നിങ്ങളുടെ പേര് എങ്ങനെയായിരുന്നു? റിയാസ്. റിയാസ്. ഐഷ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു പുതിയ വീടൊക്കെ പണിത് കഴിഞ്ഞു. ആൻഡ് വീട്ടിലേക്ക് താമസം മാറി താമസിച്ചു അല്ലേ? കുറച്ച് ദിവസം താമസിച്ചു. അപ്പൊ എങ്ങനെയാണ് PST ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്തത്? നമ്മൾ ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്നത് ബിൽഡർ സജസ്റ്റ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ സഫാന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കിട്ടി, നമ്മളവരെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെയാണ് എൻ്റെ സ്റ്റാർട്ടിങ്. എങ്ങനെ പോയി കംപ്ലീറ്റ് വർക്ക്? വളരെ ഈസി ആയിരുന്നു. എസ്പെഷ്യലി റിമോട്ട് നിന്നുകൊണ്ട് ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. പക്ഷേ സഫാന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആളുമാണ്. മാത്രമല്ല നമ്മളെ ചോയ്സിനനുസരിച്ച് മാറ്റം ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ അവർ ചെയ്തു. നമ്മൾ ഓരോ സജഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്നതിന് സജഷൻ വേറെ തിരിച്ചു തരികയും ഫീഡ്ബാക്ക് തരികയും അതിനനുസരിച്ച് മാറ്റങ്ങളും വരുത്തിയിട്ട് നന്നായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ചെയ്തു തന്നു. സോ ടോട്ടൽ നമ്മുടെ വില്ലയുടെ ഒരു തീം വരുന്നത് ഒരു ഗ്രേ വൈറ്റ് ടൊണാലിറ്റിയിലാണ്. അതിന്റെ നിങ്ങളുടെ റിക്വയർമെന്റ്സിനെ കുറിച്ച് ഞങ്ങളും കുറെ സംസാരിച്ചിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അവർ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് തന്നെയാണ് വില്ല കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്, ടിൽ ദ കീ പാസ് ചെയ്യുന്നത് വരെ അല്ലേ? സോ ഈ ചോദ്യം എത്രത്തോളം റെലവെന്റ് ആണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു ഗൈസ്?
വളരെ 10 out of 10 100% സാറ്റിസ്ഫൈഡ്. സാറ്റിസ്ഫൈഡ് ആണ്. സോ ധൈര്യമായിട്ട് ഒരു വീട് ഇനിയും ഏൽപ്പിക്കാം. ഓ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് ഏൽപ്പിക്കാം. ഓക്കെ.